നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായി മൂന്നാമത്തെ പരാജയം. ആദ്യ കളി വിജയിച്ചു, പക്ഷേ പിന്നാലെയുള്ളതൊക്കെ തോൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്. വാങ്കഡയിലിട്ടിത RCB അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 18 റൺസിൻ്റെ വിജയമാണ് RCB സ്വന്തമാക്കിയിരിക്കുന്നത്. ഫോർ എ ഫൺ എന്ന വണ്ണം ഷർഫീൻ റുദർഫോർഡ് അങ്ങനെ സിക്സർ അടിച്ചുകൂട്ടി. പ്രത്യേകിച്ച് റൊമാരിയോ ഷെഫേർഡിൻ്റെ അവസാന ഓവറിലൊക്കെ അടിച്ചങ്ങ് പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതൊഴികെ മുംബൈ ഇന്ത്യൻസ് വിജയിക്കും എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 240 റൺസാണ് അടിച്ചത്. ബാറ്റ് എടുത്തവരൊക്കെ പൊളിച്ചടുക്കി, ജിതേഷ് ശർമ്മ ഒഴികെ. ബാക്കി എല്ലാവരും പിന്നും പ്രകടനമായിരുന്നു. വിരാട് കോഹ്ലിയെ ഒരു ഭാഗത്ത് നിർത്തി, മറുഭാഗത്ത് ഫിൽ സാൾട്ടിൻ്റെ അഴിഞ്ഞാട്ടമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. സാൾട്ട് 6 ഫോറും 6 സിക്സറുമാണ് അടിച്ചത്. 216.67 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 36 പന്തിൽ നിന്ന് 78 റൺസ് അടിച്ചു. 11ാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങുമ്പോഴേക്കും RCBയുടെ സ്കോർ ബോർഡിൽ 120 റൺസായിരുന്നു. പിന്നെ വിരാട് കോഹ്ലിയും ടോപ്പ് ഗിയറിലേക്ക് മാറി. 38 പന്തുകളിൽ നിന്ന് അദ്ദേഹം 5 ഫോറും 1 സിക്സും അടക്കം 50 റൺസ് അടിച്ചു. ക്യാപ്റ്റൻ രജത് പട്ടീദാർ ഇപ്പോൾ മിന്നും ഫോമിലാണല്ലോ. അത് അദ്ദേഹം തുടർന്നു. 20 പന്തുകളിൽ നിന്ന് 4 ഫോറും 5 സിക്സും അടക്കം അദ്ദേഹത്തിൻ്റെ സംഭാവന 53. ജിതേഷ് ശർമ്മ 10 റൺസുമായിട്ട് മടങ്ങുന്ന ടിം ഡേവിഡ് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. 16 പന്തുകൾ 2 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 34 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെ 240 റൺസ് എന്ന മികച്ചൊരു സ്കോറ് RCB നേടി. മറുപടി ബാറ്റിങ്ങിൽ ആദ്യം രോഹിത് ശർമ്മ റിട്ടയേർഡ് ഹേർട്ടായിട്ട് മടങ്ങി. ബാറ്റ് ചെയ്യുന്നതിനിടക്ക് അദ്ദേഹം കയറി പോവുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അത്ര മികച്ച രൂപത്തിലായിരുന്നില്ല ബാറ്റ് വീശിക്കൊണ്ടിരുന്നത്. 13 പന്തിൽ 2 ഫോറും 1 സിക്സും അടക്കം 19 റൺസാണ് അദ്ദേഹം അടിച്ചത്. സഹ ഓപ്പണർ റിക്കിൾട്ടൺ 22 പന്തിൽ നിന്ന് 3 ഫോറും 3 സിക്സും അടക്കം 37 റൺസ് അടിച്ചു. സൂര്യകുമാർ യാദവ് 22 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചപ്പോൾ തിലക് വർമ്മ 1 റൺസിന് മടങ്ങിപ്പോയി. ഹാർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും നായകനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. 22 പന്തിൽ 6 ഫോറും 1 സിക്സും അടക്കം 40 റൺസ് അടിച്ച അദ്ദേഹത്തെ ജേക്കബ് ഡഫിയുടെ പന്തിൽ റൊമാരിയോ ഷെഫേർഡ് പിടിച്ച് പുറത്താവുകയായിരുന്നു. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയ ഷർഫീൻ റുദർഫോർഡ് ഫോർ എ ഫൺ അടിച്ച് സിക്സറുകൾ പറത്തുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. 90 റൺസുമായിട്ട് മടങ്ങി. സാന്നറെ കൂട്ടുപിടിച്ചായിരുന്നു ഷർഫീൻ റുദർഫോർഡിൻ്റെ പൊളിച്ചെടുക്കൽ. 50 റൺസിന് മുകളിൽ ആ കൂട്ടുകെട്ടിൽ റൺസ് വന്നു. പക്ഷേ സാന്നർ 6 പന്തുകൾ നേരിട്ട് 8 റൺസ് മാത്രമാണ് അടിച്ചത്. ബാക്കിയൊക്കെ റുദർഫോർഡിൻ്റെ വകയായിരുന്നു. 9 സിക്സറുകളാണ് ആ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. 31 പന്തിൽ നിന്ന് 71 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. അവസാനവും അദ്ദേഹം സിക്സർ അടിച്ചു. അവസാന ഓവറിൽ 26 റൺസാണ് വന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിൽ അദ്ദേഹം 4 സിക്സറുകളാണ് പറത്തിയത്. അപ്പം അങ്ങനെ ഫോർ എ ഫൺ സിക്സറുകൾ അടിച്ച് അദ്ദേഹം പറത്തിയത് കൊണ്ട് ഈ ഒരു തോൽവിയുടെ മാർജിൻ കുറക്കാൻ മുംബൈ ഇന്ത്യൻസിന് പറ്റി. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റിന് 222 റൺസിലേക്കാണ് അവരെത്തിയത്. പക്ഷേ 18 റൺസിൻ്റെ മികച്ച വിജയം തന്നെ ഒടുവിൽ സ്വന്തമാക്കിയിരിക്കുന്നു RCBയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തോൽവിയാണ് ഈ സീസണിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ബാക്കി കളികളൊക്കെ അവർ വിജയിച്ച് കയറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.